തിരുവനന്തപുരത്ത് BJP കോർപ്പറേഷൻ പിടിച്ചു. തിരുവനന്തപുരത്ത് പോയിരുന്നല്ലോ ഉണ്ടായിരുന്നു അമിത്ഷാജിയുടെ മീറ്റിങ്ങിനായിട്ട്. തിരുവനന്തപുരത്ത് ചെന്നിട്ട് എന്ത് തോന്നുന്നു? എന്തെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ആദ്യത്തെ മാറ്റം തന്നെ നമുക്ക് ശ്രീലേഖാജിയിൽ തുടങ്ങാം. അവർ പറഞ്ഞു എൻ്റെ ഓഫീസ് എനിക്ക് തരണം, നിങ്ങൾ MLA യുടെ ഓഫീസ് ഇവിടെയല്ല വയ്ക്കേണ്ടതെന്ന് പറഞ്ഞു. ഭയങ്കരമായിരുന്നല്ലോ പ്രിയ, നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. പ്രശാന്ത് വന്നിന്ന് ഭയങ്കര ബഹളവും അതും, ഞാൻ ജീവനുണ്ടെങ്കിൽ മാറൂല, എൻ്റെ ടേം കഴിയുന്നവരെ. ഇപ്പോൾ വാലും ചുരുട്ടി ഓടിയില്ലേ. അപ്പോൾ വേണ്ട പോലെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ വേണ്ട പോലെ നടക്കും. എത്ര ലക്ഷം രൂപയുടെ കിട്ടേണ്ട രൂപയാണ്, വാടക ഇനത്തിൽ കിട്ടേണ്ട രൂപയാണ് ഇദ്ദേഹം അവിടെ വച്ചിരുന്നത്. ഇവിടെ തന്നെ ഇരുന്നാലേ എനിക്ക് ഭരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ആൾ അവിടെ നിന്ന് പെട്ടിയും കിടക്കായിട്ട് പോയി ഒരു സ്ഥലത്ത് വേറൊരു സ്ഥലത്ത് പോയിരുന്ന് ഭരിക്കുന്നുണ്ട്. തെറ്റ് എവിടെ കണ്ടാലും കാണിക്കാൻ പറ്റുന്ന ആർജവമുള്ള കുറേ കൗൺസിലർമാരെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ആമിഴിഞ്ചാൻ തോട്ടിൽ ഒരാൾ വീണ് മരിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആമിഴിഞ്ചാൻ തോട്ടിലെ ശുദ്ധജലത്തിൽ കൂടി ഇനി ആമ മാത്രമേ എഴുള്ളൂ, മനുഷ്യരുടെ ശവശരീരം എഴഞ്ഞു പോകില്ല. 23-ാം തീയതി എത്തുന്നു മോഡിജി, തിരുവനന്തപുരത്ത് എത്തുന്നു. അപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം എന്തൊക്കെയായിരിക്കും അദ്ദേഹം നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങളെന്ന്. അമിത്ഷാജി മീറ്റിങ്ങിൽ വന്നിട്ടൊരു കാര്യം പറഞ്ഞു പ്രിയ, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ തൊഴുതു നിന്നുപോയി. അദ്ദേഹം പറയാണ്, നല്ല കേരള വേഷത്തിലാണ് വന്നത് കേട്ടോ, മുണ്ടും ഷർട്ടും ഒരു ഷോൾ അവരെപ്പോഴും ഇങ്ങനെ ഇടുന്നതാണല്ലോ. അതിട്ടിട്ട് വന്നിട്ട് പറഞ്ഞു, എനിക്കൊരു നേർച്ച ഉണ്ടായിരുന്നു, തിരുവനന്തപുരം മുനിസിപ്പാലിറ്റി നമ്മൾ പിടിക്കുകയാണെങ്കിൽ, കോർപ്പറേഷൻ പിടിക്കുകയാണെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി തൊഴുതാളാം നേർച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോയി തൊഴുതിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരെയും കാണാൻ വരുന്നത്. എല്ലാവരും കൈയടിക്കലേതാ, കൈ കൂപ്പി നിന്ന് പോയി. എൻ്റെ പ്രിയ, ഞാനിപ്പോൾ അഹമ്മദാബാദിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒന്ന് പറഞ്ഞോട്ടെ ആ കാര്യം, എന്താണ് പോയിരിക്കുകയായിരുന്നു. എന്നെ കാണുന്ന എല്ലാവരും കൺഗ്രാലേഷൻസ്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിനി IOAയുടെ സീനിയർ വൈസ് പ്രസിഡൻറ്റോ PT ഉഷ മാഡമാണ് പ്രസിഡൻറ്റ്, ഇവരൊക്കെ എന്തിനാണ് എനിക്ക് കൊണ്ടുവന്ന് കൈ തരുന്നതെന്ന്. കൺഗ്രാലേഷൻസ് ത്രോന്ത്രം, അതായത് എങ്ങനെയാ പറയാ, आपने जीत गया ना, हमने जीत गया. Oh, congratulations. We were watching that because in Kerala you have nothing. You don't even have a MLA. I said, we do have an MP. That is different. Tripura हमने जीत गया. वाह, हमने കേട്ടോ. ഇവരൊക്കെ ആരാന്നറിയാമോ? അർജുന അവാർഡ് വിന്നേഴ്സ്, പത്മശ്രീ, പത്മഭൂഷൺ തുടങ്ങിയ രാജ്യം കൊടുക്കാവുന്ന പരമോന്നത ബഹുമതികൾ നേടിയ സ്പോർട്സ്മാൻമാരാണ്, രാഷ്ട്രീയക്കാരല്ല കേട്ടോ പ്രിയ. ഇങ്ങനെ ഓരോരുത്തരായി വന്ന് നമുക്ക് കൈതരികയാണ്. എന്നിട്ട് അവർ പറയുകയായിരുന്നു, അവിടെ അതിനോടൊപ്പം തന്നെ വേറെ 1-2 സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ടായിരുന്നല്ലോ, ഞങ്ങൾ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്തത് നിങ്ങളുടെ കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതാണ്. അവിടെ ശരിക്കും ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്തതിന് ആപ്കോ സമജ് ഗയാനാ, എന്താണ് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റുന്ന ഇപ്പം മനസ്സിലായില്ലേ. ഇപ്പം നിങ്ങളുടെ ഇലക്ഷൻ വരെയല്ലേ, ഞാനിങ്ങനെ നിൽക്കുക, നമ്മുടെ ഇലക്ഷൻ എന്താണെന്ന് ഇവിടുത്തെ ആൾക്കാർക്ക് പോലും അറിയില്ല, കേരളത്തിലെ ആൾക്കാർക്ക്. എന്നാലും മേഘാലയ, നാഗാലാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന, ആസാമിൽ നിന്നൊക്കെ വന്നിരിക്കുന്ന IOA പ്രതിനിധികൾ, ആൻഡമാൻസിൽ നിന്ന് ഉള്ള പ്രതിനിധികൾ ഉൾപ്പെടെ എല്ലാവരും കേരളത്തിൽ എന്ത് സംഭവിക്കുന്നു, കേരളത്തിൽ BJP അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ആകാംക്ഷ അല്ലെങ്കിൽ ആഗ്രഹം. അവർ പറയുന്ന എല്ലായിടത്തും വന്നല്ലോ. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, ത്രിപുര എന്ന് പറഞ്ഞാൽ അതിതീവ്രമായൊരു ലെഫ്റ്റ് ഭരണമായിരുന്നു, അതിൽ നിന്ന് എങ്ങനെ BJP വന്നു, അതുപോലെ നിങ്ങൾക്കും കേരളത്തിൽ വന്നൂടെ. ആകപ്പാടെ 140 സീറ്റല്ലേ ഉള്ളൂ, അതിൽ ജയിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടോ? ആപ് ലോഗ് IOA മീറ്റിംഗ് മേ നഹി ആനാ ഹേ, ആപ് ലോഗ് കേരള മേ ഹി രഹോ. ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യും. 3 ദിവസം എന്തിനാണ് കളയുന്നത്? ഞങ്ങളൊരു 180-180 മെമ്പർമാരുണ്ടായിരുന്നു. അതിൽ PT ഉഷ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകൾ ഒഴിച്ച് 1-2 പേര് കേരളത്തിൽ നിന്ന്, ബാക്കി എല്ലാവരും തന്നെ പുറത്തു നിന്നുള്ള എല്ലാ മനുഷ്യരും തന്നെ വന്ന് നമ്മളുടെ തിരുവനന്തപുരത്ത് വിജയത്തെക്കുറിച്ച്, ഇനിയിപ്പോൾ IAS ലേഡീനെ IPS ലേഡീനെ ഉധർ ജീത്താ ഹേന, ശ്രീലേഖ ജി, അവരെല്ലാം ജി കൂട്ടി പറയുള്ളൂ, ശ്രീലേഖ ജി वो अभी मिनिस्टर बनेगा, इलेक्शन खड़ेगा ना MLA. അതുവരെ അവർക്കറിയാം. BV രാജേഷിൻ്റെ പേര് നന്നായിട്ടറിയാം, നമ്മളുടെ ആശാനാഥിനെ കുറിച്ച് നന്നായിട്ടറിയാം. ഇനി ഒരു ഇലക്ഷൻ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് വരെ ഡീറ്റെയിൽഡ് ആയിട്ട് സംസാരിച്ച ആളുകളുണ്ട്. അത് ജയിക്കുകയാണെങ്കിൽ അബ്സല്യൂട്ട് മെജോറിറ്റി ആയില്ലേ. ഇപ്പോൾ നമുക്ക് 50 അല്ലേ ഉള്ളൂ, 101 സീറ്റുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇപ്പോൾ 50 പേരാണ് നമുക്കുള്ളത്. അതും കൂടെ ജയിച്ചാൽ 51 അബ്സല്യൂട്ട് മെജോറിറ്റി ആയല്ലോ. അതുവരെ അവർ പഠിച്ചിട്ടാണ് ഇരിക്കുന്നത്. പ്രിയ, ഈ പറയുന്നതൊക്കെ സ്പോർട്സുകാരാണ്, അവരെ സംബന്ധിച്ചോളം സ്പോർട്സാണ്, അവരൊക്കെ കോച്ചാണ്,
സെലക്ടേഴ്സാണ്, നാഷണൽ ടീം സെലക്ടേഴ്സാണ്. അവരെ സംബന്ധിച്ചോളം രാഷ്ട്രീയം ഒരു പ്രസക്തമായ ഒരു കാര്യമല്ല. പക്ഷേ അവർ രാഷ്ട്രീയത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇന്ത്യൻ സ്പോർട്സ് കോഡ് വന്നു കഴിഞ്ഞു. ഒളിമ്പിക്സ് നമ്മൾ ബിഡ് ചെയ്യുന്നു 1936. അവിടെ ഓരോ സ്റ്റേഡിയത്തിലും ഞങ്ങളെ കൊണ്ടുപോയി. അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയങ്ങളാണ്. ആ ഭൂപ്രകൃതി തന്നെ അഹമ്മദാബാദിന് മാറിയിരിക്കുന്നു, വഡോദരയുടെ തന്നെ മാറിയിരിക്കുന്നു. എന്താണ് ടോപ്പ് ടു ഒളിമ്പിക് പോഡിയം എന്നാണ് അതിൻ്റെ ഇത്. ഇപ്പോൾ തന്നെ ഒരു 5 വയസ്സോ 6 വയസ്സോ ആയ ഒരു കുട്ടിയെ പഠിപ്പിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ കുട്ടിക്ക് 36 എന്ന് പറയുമ്പോഴേക്കും 10 വയസ്സ് കഴിയുമ്പോൾ 16 വയസ്സ് ഒക്കെയാണല്ലോ നമ്മൾ ശരിക്കും പല ചാമ്പ്യന്മാരെയും കാണുന്നത്, അല്ലെങ്കിൽ 20-22 വയസ്സായ കുട്ടികൾ. അവരെയൊക്കെ എങ്ങനെ ഒളിമ്പിക് പോഡിയത്തിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു റിട്ടയേർഡ് കേണലാണ് അദ്ദേഹം. ആർമിയിൽ നിന്ന് VRS എടുത്ത് സ്പോർട്സിനോടുള്ള താല്പര്യത്തിന് വേണ്ടി ടോപ്പിൻ്റെ എന്താണ് ഹെഡ് സെക്രട്ടറി ആയിട്ടിരിക്കുന്നു, പ്രസിഡൻ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, ടേബിൾ ടെന്നീസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ടേബിൾ ടെന്നീസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇത്രയും വലിയ ടെൻഷനില്ലാത്ത കളിയാണ്, കുട്ടികളുടെ ബുദ്ധിക്ക് വളരെ നല്ല കളിയാണ്. കാരണം ഭയങ്കര കോൺസെൻട്രേഷൻ, ഐ പവർ, അങ്ങനത്തെ. പിന്നെ മാത്രമല്ല ഇടിയൊന്നുമില്ല. ഇവൻ ഷട്ടിലിൽ പോലും ഡബിൾസ് കളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു എല്ലാ സ്കൂളിലേക്കും ഒരു ടേബിൾ ടെന്നീസ് തരാൻ പറ്റുമോ? അതിനെന്താ, നിങ്ങൾ TTFAയുടെ ജനറൽ സെക്രട്ടറി വെച്ച് ഒരു ഇത് വെച്ചാൽ എന്തിനാ കേരളം മാത്രം, ഓൾ ഇന്ത്യയിലേക്ക് കൊടുക്കാമല്ലോ, ഒരു 10,000 ടേബിൾ തരാമല്ലോ. അങ്ങനെയാണ് ഓരോ സ്പോർട്ടിനെയും അവർ പരിരക്ഷിക്കുന്നത്. ഓരോ സംസ്ഥാനങ്ങളെ, ഇപ്പോൾ ആർച്ചറി എന്ന് പറയുമ്പോൾ ഗോത്രവർഗ്ഗങ്ങൾ, നാഗ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവർക്ക് നാച്ചുറലായിട്ട് വരുന്നതാണ് ആർച്ചറി എന്ന് പറഞ്ഞാൽ. കുന്നും മലകളും ഉള്ള സ്ഥലങ്ങളിലേക്കാണെങ്കിൽ സ്റ്റീപ്പിൾ ചേസ് പോലെ, അത് കേരളത്തിനും വളരെ നന്നായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഫിസിക്കലി ഫിറ്റായിട്ടിരിക്കുന്ന പഞ്ചാബ് പോലുള്ള രാജ്യങ്ങൾക്കാണ് ഹോക്കി, അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഓരോ രാജ്യത്തിനും കയാക്കിംഗ്, കനോയിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ കേരളം അല്ലെങ്കിൽ ഈ തീരദേശങ്ങളുള്ള സ്ഥലങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. സ്പോർട്സ് മിനിസ്റ്ററും സ്പോർട്സ് സെക്രട്ടറിയും വന്ന് വളരെ വിശദമായ ഒരു പ്രസൻറ്റേഷൻ നടത്തി. എത്ര ഒളിമ്പിക് മെഡൽ നമുക്ക് കഴിഞ്ഞ തവണ കിട്ടി, നമ്മൾ എത്രയാണ് അടുത്ത വർഷത്തേക്ക് ടാർഗറ്റ് ചെയ്യുന്നത്, 36 നമ്മൾ ബിഡ് ചെയ്ത് നമുക്ക് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ എത്ര കിട്ടും. ആ സമയത്ത് നമ്മളൊരു ഹോസ്റ്റ് കൺട്രി ആണെങ്കിൽ, ഇപ്പോൾ നമുക്ക് ക്വാളിഫൈ ചെയ്തിട്ടേ പോകാൻ പറ്റുള്ളൂ. ഹോസ്റ്റ് കൺട്രി ആണെങ്കിൽ നമുക്ക് എല്ലാ ഇനങ്ങളിലും പങ്കെടുക്കാൻ പറ്റും. ഇപ്പോൾ കുറച്ച് പേരുടെ കണ്ടിജൻ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായ രേഖകൾ എൻ്റെ അടുത്തുണ്ട്, പക്ഷേ ഇപ്പോൾ ഓർക്കുന്നില്ല എന്താണ്. പക്ഷേ ഹോസ്റ്റ് കൺട്രി ആകുമ്പോൾ നമുക്ക് എല്ലാത്തിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഇപ്പോഴേ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ധാരാളം ഗോൾഡ് മെഡൽ, ഇപ്പോൾ ക്രിക്കറ്റ് ഒരു ഒളിമ്പിക് ഐറ്റമാക്കി, കബഡിയാകും, ഖോഖോ, അതൊക്കെ നമുക്ക് വളരെ ഫോഴ്സുള്ള കളികളാണ്. ഞാൻ സോമയ്യ എന്ന് പറഞ്ഞിട്ട് 1980 ആണ് ഇന്ത്യ അവസാനമായിട്ട് ഗോൾഡ് മെഡൽ ഹോക്കിയിൽ ജയിച്ചത്. അദ്ദേഹമാണ് എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് അച്ഛൻ ഭയങ്കര സ്പോർട്സിൻ്റെ ഇതായിരുന്നു. എന്ത് കളി, ഇപ്പോഴാണ് ഇങ്ങനെയൊന്നും ഇല്ലാത്തത്. അല്ലെങ്കിൽ വോളിബോൾ, ബാസ്കറ്റ് ബോൾ എല്ലാം കേരളത്തിൽ ഈ കൊച്ചിയിൽ മഹാരാജാസിൽ വരും കേട്ടോ. എല്ലാത്തിനും കൊണ്ടുപോയി ഇത് അതിൻ്റെ റൂൾസ് ഉൾപ്പെടെ എല്ലാം പറഞ്ഞു തരും. ജിമ്മി ജോർജിനൊക്കെ ആ സ്മാഷൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. നമ്മൾ സന്തോഷ് ട്രോഫി ആദ്യമായിട്ട് ജയിച്ചപ്പോൾ ഞങ്ങൾ ഞങ്ങളെയും കൊണ്ടുവരുന്നു അച്ഛൻ കാണാനായിട്ട്. ഈ ഇടയ്ക്ക് 50ാമത്തെ വാർഷികത്തിന് ഇവരെയൊക്കെ ആദരിച്ചപ്പോൾ ഞാനും പോയി. ഞാൻ മാത്രമേ ഇവരെയൊക്കെ കണ്ടിട്ടുള്ളൂ. അയ്യോ ഇതല്ലേ, ഇത് സൈമൺ സുന്ദരാജല്ലേ, ഇത് നമ്മളുടെ കോച്ച് വിക്ടർ മഞ്ഞലല്ലേ, ഓരോരുത്തരെയും MM ജേക്കബ് അല്ലേ എന്ന് പറയാനായിട്ട് എനിക്കേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹം ഇന്ത്യൻ ടീം സെലക്ടറാണ്. അതിൽ സുമരിവാല എന്ന് പറയുന്ന ഒരു മാന്യ വ്യക്തി 10 വർഷം 100 മീറ്റേഴ്സ് ഡാഷിലും 12 വർഷം 200 മീറ്റേഴ്സ് ഡാഷിലും നാഷണൽ ചാമ്പ്യനായിരുന്നു. അവരെയൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് എങ്ങനെയാണ് അത്ലറ്റിക്സിനൊരു മാർഗനിർദ്ദേശം നമ്മുടെ ശ്രീജേഷ് നൽകാൻ പറ്റുന്നതെന്ന് ആലോചിക്കുന്നു. ശ്രീജേഷും സുമയ്യയും കൂടി ഇരുന്നാണ് സെലക്ഷൻ ടീമിൽ, നമ്മുടെ സ്വന്തം ശ്രീജേഷ് കിഴക്കമ്പലത്തുള്ള, മനസ്സിലായില്ലേ? അപ്പോൾ യങ്സ്റ്റേഴ്സും എൽഡേഴ്സും 2 പ്രാവശ്യം ഇന്ത്യൻ ടീമിനെ ക്യാപ്റ്റൻ ചെയ്തതാണ് സോമയ്യ എന്ന് പറഞ്ഞ ആ മാന്യ വ്യക്തി. അർജുന അവാർഡ് വിന്നറാണ്. അപ്പോൾ പഴയ രക്തത്തെയും പുതിയ രക്തത്തെയും ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് രണ്ടുപേർക്കും 2 ഡിഫറെൻറ്റ് വ്യൂ ആയിരിക്കും. ഇത് ജെൻസി യുഗം, അത് പഴയ യുഗം. അദ്ദേഹം തന്നെ അവരുടെ സ്റ്റിക്കിൻ്റെ വ്യത്യാസങ്ങൾ പറയുമായിരുന്നു. പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ സ്റ്റിക്ക് എങ്ങനെയാണ്, പണ്ട് വെറും മരം കൊണ്ടുള്ള സ്റ്റിക്കായിരുന്നു. അപ്പോൾ ഓരോ വ്യത്യാസങ്ങളും രണ്ടിലും രണ്ടിൻ്റേതായ ഗുണങ്ങളുണ്ട്. ഇപ്പം മേരി കോം മാഡമാണ് ബോക്സിംഗ് ഫെഡറേഷനെ ലീഡ് ചെയ്യുന്നത്. ഓക്കെ, അത് വൈസ് പ്രസിഡൻ്റ് കൂടെയാന്ന് തോന്നുന്നു IOAയുടെ കേട്ടോ. അപ്പം മേരി കോം മാഡം എത്ര ഒളിമ്പിക്സിൽ പങ്കെടുത്താണ്? അഭിനവ് ബിദ്ര എന്ന് പറയുന്ന അദ്ദേഹം ഷൂട്ടിങ്ങിൻ്റെ ചാമ്പ്യൻ, അദ്ദേഹവും നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. ടേബിൾ ടെന്നീസിൽ
12 പ്രാവശ്യം നാഷണൽ ചാമ്പ്യനായിരുന്ന ശ്രീ ശരത് കമാലാണ് ഡയസിലിരിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഓരോ കളികളിലും ഭാരതത്തെ റെപ്രസെൻ്റ് ചെയ്ത് അതിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു വച്ചിരിക്കുന്ന ആളുകളെ ആ സ്പോർട്സിൻ്റെ ചുമതലയായിട്ടും IOAയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും ഔട്ട്സ്റ്റാൻഡിങ് സ്പോർട്സ്മെൻ എന്ന് പറഞ്ഞ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ആ കളിക്കുണ്ടാവുന്ന മേന്മ എടുത്ത് പറയേണ്ടതാണ്. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ വിഷൻ എന്താണെന്നോ, എല്ലാ കുട്ടികൾക്കും പഠിക്കാൻ പറ്റണം, സ്പോർട്സ് കളിക്കാൻ പറ്റണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ലഹരി നീക്കി നിർത്തും, ഓട്ടം. ഒരു ദിവസം സ്കൂളിൽ നിർബന്ധിച്ച് കുട്ടികൾക്കൊക്കെ സന്തോഷമാണെന്ന് വെച്ചാൽ 2 മണിക്കൂർ 2 പീരീഡ് അറ്റൻഡ് ചെയ്യണമല്ലോ. ഇതങ്ങനെയല്ല പറയുന്നത്. സ്കൂളുകളിൽ തന്നെ കായിക മത്സരങ്ങൾ വയ്ക്കുക, കലയുമായിക്കോട്ടെ. ഇപ്പം നമ്മുടെ ഇത് നടക്കുന്ന സമയമാണ്. ഒരു ദിവസം ഒരു കൊല്ലത്തിലൊരിക്കലും ഒരു ഓട്ടം ഓടിയാൽ നമ്മൾ ലഹരിയിൽ നിന്ന് മാറിയോ? സ്പോർട്സ് ആവട്ടെ നിങ്ങളുടെ ലഹരി. ഈ SRV സ്കൂളിൽ എത്ര കുട്ടികൾക്ക് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനൊരു ഫെസിലിറ്റി അവിടെ ഉണ്ടോ? കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായാൽ മാത്രമല്ല, ഗവൺമെൻറ് സ്കൂൾസിലും ഏത് കളി ഏത് കുട്ടിക്ക് ആഗ്രഹം. ഇപ്പം ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂളിലാണെങ്കിൽ അവർക്ക് അവിടെ ഖോഖോയുണ്ട്, വേറെ 1-2 കളികളുണ്ട്. ഒരു കുട്ടിക്ക് ഷട്ടിൽ കളിക്കാനാണ് ആഗ്രഹമെങ്കിലോ അതിനൊരു കമ്പൈൻഡ് ആയിട്ടൊരു ഇടം വേണം. നമ്മൾ പറയുന്ന ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇഷ്ടപ്പെട്ട 3 കളികൾ കളിക്കട്ടെ ഒരു വർഷം. അത് ഖോഖോയാകാം, ഷട്ടിലാകാം, അല്ലെങ്കിൽ ഗോൾഫോ, അങ്ങനെ എന്തോ ആകാം. എന്നിട്ട് ആ കോച്ച് അനലൈസ് ചെയ്ത് ആ കുട്ടിക്ക് എന്താണ് താല്പര്യം, എന്താണ് ആ കുട്ടിക്ക് ശരിക്കും കളിക്കാനായിട്ട് വാസന എന്ന് മനസ്സിലാക്കി അതിലേക്ക് ആ കുട്ടിയെ തിരിച്ചു വിടുക. ഇതൊരു നല്ല കോൺസെപ്റ്റാണല്ലേ. അല്ലാണ്ട് അച്ഛനും അമ്മയും പഴയ ടേബിൾ ടെന്നീസുകാരായിരുന്നു, അവർ ടേബിൾ ടെന്നീസ് കളിക്കട്ടെ. അച്ഛനും അമ്മയും ഷട്ടിൽ പ്ലേയേഴ്സ് ആയിരുന്നു, അവർ ഷട്ടിൽ കളിക്കട്ടെ. നമ്മുടെ സച്ചിൻ തെണ്ടുൽക്കറുടെ മകൻ തന്നെ, അർജുൻ എന്തല്ലേ പേര്, ക്രിക്കറ്റ് കളിക്കട്ടെ. എന്തിന്? ഡോക്ടറുടെ മകൻ ഡോക്ടർ ആവണ പോലെയും അഡ്വക്കേറ്റിൻ്റെ മകൻ അഡ്വക്കേറ്റ് ആവണ പോലെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. കുട്ടികൾക്ക് വേറെ എന്തിലായിരിക്കും താല്പര്യം? ചിലപ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഷട്ടിൽ പ്ലെയറിൻ്റെ മകന് ചെസ്സ് കളിക്കാനായിരിക്കും അവൻ്റെ തലയിൽ ബോധമുണ്ടാകുന്നത്. അങ്ങനെ ഓരോ കുട്ടിക്കും ഇഷ്ടപ്പെട്ട ഒരു കളിയിൽ പ്രാവീണ്യമുള്ളവരാക്കുക. കൊച്ചു കൊച്ചു രാജ്യങ്ങൾ വരെ എന്തുമാത്രം ഉയർന്നു വരുന്നു സ്പോർട്സിൽ. അപ്പോൾ ഇത്രയും അധികം ജനങ്ങളുള്ള, ഇത്രയധികം വൈവിധ്യമായ ഭൂപ്രകൃതിയുള്ള, സ്പോർട്സിന് പറ്റിയ ഭൂപ്രകൃതിയുള്ള ഒരു സ്ഥലത്ത് നിന്ന് എന്തുകൊണ്ട് ഒളിമ്പിക് മെഡൽ, കോമൺവെൽത്ത് മെഡൽ, ഏഷ്യൻ മെഡലുകൾ വരുന്നില്ല? അത് പറ്റില്ല എന്നുള്ള തീരുമാനമാണ് IOAയിൽ ശക്തമായി എടുത്തത്. മൻസുഖ് മാണ്ഡവ്യജി നമ്മുടെ സ്പോർട്സ് മിനിസ്റ്ററാണ്. അദ്ദേഹം വന്ന് പേപ്പർ പ്രസൻറ്റ് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സാമ്പത്തികം ഒരു വിലങ്ങ് തടിയല്ല, നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ട് എന്ന് കോച്ച് റെക്കമെൻഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതിന് വേണ്ട നടപടികൾ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്. ഇപ്പോൾ ഒരു തോന്നലുണ്ട് കാശുള്ളവർക്കേ പറ്റുള്ളൂ എന്ന്. ഞങ്ങളൊക്കെ കളിക്കാൻ പോകുമ്പോൾ സെക്കൻഡ് ക്ലാസ് അല്ല, ഈ AC ഇതുണ്ടല്ലോ പഴയ ഇത് മരത്തിൻ്റെ, അതിൽ നിലത്ത് ഷീറ്റ് വിരിച്ച് കിടന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ അസോസിയേഷനിലെ കുട്ടികളെ AC ടിക്കറ്റ് കൊടുത്താണ് ഞങ്ങൾ അയക്കുന്നത്. ആ വ്യത്യാസം തന്നെ ഓരോ ഇതിലും വന്നിരിക്കും. കുട്ടികൾ ഫ്രഷായിട്ട് ചെല്ലുന്നു, നിലത്ത് കിടന്ന്, അതിന് 2-3 പേര് ഇത് കിട്ടുകയാണെങ്കിൽ മരത്തിൻ്റെ പാളി അതിൽ കിടക്കും, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തല വെച്ചിട്ട്. ഒരു മുറിയിലാണ് ഞങ്ങൾ 12-14 പേര് കിടന്നിരുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം അതിൽ നിന്നൊക്കെ മാറി വ്യത്യസ്തമായൊരു അന്തരീക്ഷത്തിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നു. അവർക്ക് വേണ്ട കിറ്റിനൊക്കെ എന്താ വില, റാക്കറ്റുകൾക്കൊക്കെ എന്താ വില, മിനിമം 5000 രൂപയാണ് വില. അപ്പോൾ സാധാരണക്കാരൻ്റെ ബഡ്ജറ്റ് നോക്കിക്കഴിയുമ്പോൾ അതിനൊന്നും കിട്ടില്ല. അതിന് സ്പോൺസേഴ്സിനെ കണ്ടുപിടിക്കൂ. അപ്പോൾ ഞങ്ങൾക്ക് ടേബിൾ ടെന്നീസിന് തന്നെ നല്ല സ്പോൺസർഷിപ്പ് തന്നിരിക്കുന്നത് മുത്തൂറ്റാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു കുട്ടി ഇപ്പം നടക്കുന്ന വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വഡോദരയിൽ കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി 13 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മത്സരത്തിൽ 2ാം സ്ഥാനം ലോകത്ത് നേടിയെടുത്തു. അങ്ങനെയൊക്കെ കുട്ടികൾ വളർന്നു വരുമ്പോൾ 13 വയസ്സ് താഴെയുള്ളൂ എന്ന് ആലോചിക്കണം. എത്ര കൊല്ലം കിടക്കുന്നു മുമ്പിലല്ലേ. കേരളം അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഓരോ സംസ്ഥാനങ്ങളും, ആദ്യം നമ്മൾ സംസ്ഥാനങ്ങൾ തമ്മിൽ തന്നെ ആവട്ടെ ഒളിമ്പിക്സ് പോലത്തെ ഒരു നല്ല മത്സരം നടത്തുന്നതും അതിൽ നിന്നും മികച്ച കളിക്കാരെ തിരഞ്ഞെടുക്കാൻ നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവട്ടെ. ആരെടുക്കും എന്നുള്ള ഇതിൽ വളരെ നല്ല പ്രസൻറ്റേഷനായിരുന്നു. എല്ലാവരുമായിട്ട് മന്ത്രിയും അതുപോലെ സെക്രട്ടറി, സ്പോർട്സ് കാര്യ മിനിസ്ട്രിയുടെ സെക്രട്ടറിയും പേപ്പർ പ്രസൻറ്റ് ചെയ്തത്. അതുപോലെ PT ഉഷ മാഡം ആണെങ്കിലും കൃത്യമായിട്ടും, PT ഉഷ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒരു ഐക്കണാണല്ലോ, മേരി കോം എന്ന് പറഞ്ഞത് ഒരു ഐക്കണാണ്. എല്ലാവരും. അപ്പോൾ നമ്മൾക്ക് ഇനി മുന്നോട്ട് പോകാനായിട്ട് സ്റ്റേഡിയങ്ങളുടെ ഒരു കുറവായിരുന്നു, അത് പരിഹരിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാവരെയും കൊണ്ട് നരേന്ദ്രമോദി സ്റ്റേഡിയവും വീർ സർവാർക്കർ സ്റ്റേഡിയവും എല്ലാം കാണിച്ചു തന്നു. അവിടെയുള്ള ഫെസിലിറ്റീസ് കാണിച്ചു തന്നു. അക്വാറ്റിക് സ്വിമ്മിങ്ങിൻ്റെയൊക്കെ എന്ത് നല്ല
പൂളും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കുട്ടികൾക്ക് ആവശ്യമായ എനർജി, ഡ്രഗ്സിൻ്റെ അത് മരുന്ന് ഈവൻ ജലദോഷത്തിനുള്ള മരുന്നാണെങ്കിൽ പോലും കോച്ചിനോട് ചോദിക്കാണ്ട് കഴിക്കരുത്. അപ്പം ആൻറ്റി ഡ്രോപ്പിംഗ് ടെസ്റ്റിൻ്റെ അത് കുറേ പ്രാവശ്യം കഴിച്ചാൽ എങ്ങനെ വരും, വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ക്ലിയർ കട്ടായിട്ടും കോച്ചുകൾക്കും മാതാപിതാക്കൾക്കും കളിക്കാർക്കും അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ചാമ്പ്യൻ ഉണ്ടാവേണ്ടത്. ഇത് സൈക്കോളജിക്കൽ ട്രെയിനിങ്. ഇപ്പോൾ 10-10 നിൽക്കുകയാണ്, ഒരൊറ്റ പോയിൻ്റ് മതി ജയിക്കാനായിട്ട്. പക്ഷേ ആ സമയത്തൊരു ഇത് വരാണ്ടിരിക്കാൻ വേണ്ടി അതിനുള്ള സൈക്കോളജിക്കൽ ട്രെയിനിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ട് ഇന്ത്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ സ്പോർട്സ് ഓരോ മിനിസ്ട്രിയിലും നടക്കുന്ന പോലെ ഇന്ത്യൻ സ്പോർട്സും ഇനി മുന്നോട്ട് തന്നെയാണ് കുതിക്കുന്നത്. തിരിഞ്ഞൊരു നോട്ടമില്ല, ഒരുമിച്ച് നമുക്ക് മുന്നേറാം എന്നാണ് മന്ത്രി പറഞ്ഞത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് വിസിബിൾ ആവും. അതിൽ സബ്സ്ക്രിപ്ഷൻ ബട്ടൺ ഉണ്ട്, ആ സബ്സ്ക്രൈബ് എന്നുള്ള ബട്ടണിൽ അമർത്തുക. അതിനുശേഷം ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായിട്ട് വരും. അതോടൊപ്പം തന്നെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക.